ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ലാസ്റ്റ് മന്ത് എനിക്ക് കിട്ടിയ എയർ ഡ്രോപ്പുകളെല്ലാം ഞാൻ ഇതുപോലെ XRP ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വിഡ്രോവൽ ഏകദേശം 93,476 റുപ്പീസ് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പോൾ ഒരുപാട് എയർ ഡ്രോപ്പുകൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ എയർ ഡ്രോപ്പുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വാലറ്റിലായിരിക്കുമല്ലോ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആ ഒരു എയർ ഡ്രോപ്പ് ടോക്കൺസ് നമുക്ക് വിറ്റ് എങ്ങനെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുത്താം എന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാലും അതിൻ്റെ ബാലൻസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ രീതിയും ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എയർ ഡ്രോപ്പുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതെന്ത് ചെയ്യണമെന്നറിയില്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ മാറ്റണമെന്നറിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ക്യൂകോയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ക്യൂകോയിനും അതുപോലെ തന്നെ കോയിൻ സ്വിച്ചും ലിങ്ക് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ രീതിയിൽ ഇതുപോലെ കിട്ടുന്ന എയർ ഡ്രോപ്പുകളെല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ലാസ്റ്റ് എയർ ഡ്രോപ്പുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇതിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഏതെങ്കിലും ഒരു ടോക്കണിലേക്ക് അത് മാക്സിമം ആ എയർ ഡ്രോപ്പുകൾ റേറ്റ് കൂടുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ടോക്കണായിട്ട് മാറ്റും. ചിലപ്പോൾ അത് USDT അല്ലെങ്കിൽ XRP ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ മാറ്റുന്നത്. XRP ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം തന്നെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് തന്നൊരു ടോക്കണാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏകദേശം $1 $1.9 ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ $1.05 ഒക്കെ ഉണ്ടായിരുന്ന ടൈമിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഈ XRPയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോക്കൺ ഞാൻ ട്രാൻസ്ഫറും ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മീമിഫൈ എന്ന് പറയുന്ന ടോക്കണാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പായിട്ട് ലഭിച്ചു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ആ ടോക്കൺ ഓൾറെഡി ഉണ്ട്. ഏകദേശം $43.99 വാല്യൂ ഉള്ള മീമിഫൈ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, ആദ്യം ഒന്നില്ലെങ്കിൽ USD ആയിട്ട്, ഇപ്പോൾ ഇതിൻ്റെ പെയർ വന്നിരിക്കുന്നത് USDT ആണ്. USDT ആയിട്ട് ഇതുപോലെ സെല്ല് ചെയ്തെടുക്കുക. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അസറ്റ്സ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം MEMIFI/USDT ആണ് വന്നിരിക്കുന്നത്. അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് സെല്ല് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ദെൻ 100% കൊടുക്കുക, സെല്ല് MEMIFI കൊടുക്കുക. അപ്പോൾ ആ കറൻറ്റ് റേറ്റിൽ, ഇതിപ്പോൾ റേറ്റ് കുറഞ്ഞിരിക്കുന്ന ടൈമാണ്. നല്ല റേറ്റ് കൂടുമ്പോൾ മാത്രം നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുക. എന്നിട്ട് ഒന്നില്ലെങ്കിൽ USDT ആയിട്ട് കൺവേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോക്കണായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള പെയറായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫീ കുറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. USDT ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ പെപ്പയോ അല്ലെങ്കിൽ ഷിബ് അതും അല്ലെങ്കിൽ XRP ഒക്കെ ആയിട്ട് വീണ്ടും ബൈ ചെയ്യുക. വീണ്ടും ബൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. USDT ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫീസ് നോക്കണം എപ്പോഴും. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ഫീസ് നിങ്ങൾ നോക്കുക. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട വാലറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കോയിൻ സ്വിച്ച് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലേക്കാണ്. ഇത് ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണ് കോയിൻ സ്വിച്ച്. ഇതാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ലാസ്റ്റ് മന്ത് എനിക്ക് കിട്ടിയ എയർ ഡ്രോപ്പുകളെല്ലാം ഞാൻ ഇതുപോലെ XRP ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വിഡ്രോവൽ ഏകദേശം 93,476 റുപ്പീസ് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം. അതുപോലെ തന്നെ ഇടയ്ക്ക് നല്ല ടോക്കൺസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പർച്ചേസും ചെയ്യാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് താഴെ നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ വിഡ്രോ ചെയ്യുന്ന ടൈം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല. അത് കാരണമാണ് ഞാൻ ഈ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ടോക്കൺ ഏതെങ്കിലും ഒരു ടോക്കണായിട്ട് മാക്സിമം കൺവേർട്ട് ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ നേരത്തെ കാണിച്ച പോലെ MEMIFI ആണെങ്കിൽ MEMIFI ആദ്യം USDT ആയിട്ട് സെല്ല് ചെയ്തതിന് ശേഷം മറ്റേതെങ്കിലും ടോക്കൺ എടുക്കുക. ഇത് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ടോക്കൺ വേണമെങ്കിലും, അതായത് കോയിൻ സ്വിച്ചിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ഏതൊരു ടോക്കൺ വേണമെങ്കിലും എടുക്കാം. പക്ഷേ സാധാരണ ഈ ഒരു കോയിൻ സ്വിച്ചിൻ്റെ വാലറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ ഈ ഒരു ടോക്കണൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ബൈയും സെല്ലും മാത്രമേ കാണിക്കുള്ളൂ. ട്രാൻസ്ഫർ ചെയ്യാവോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കില്ല. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഏറ്റവും താഴെ പ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് കോയിൻ സ്വിച്ചിൻ്റെ പ്രോ വേർഷൻ ആണ്. ഇതിൽ പ്രസ് ചെയ്യുക. ഈ ഒരു സെക്ഷനിലേക്ക് സ്വിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള വാലറ്റിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ കാര്യം അറിയില്ല. ഓക്കെ, ഇതാണ് പ്രോ വേർഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനൊരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും മുകളിൽ തന്നെ ഡു മൂവ് വിത്ത് പ്രോ എന്ന് പറഞ്ഞ സെക്ഷൻ്റെ താഴെ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ഡെപ്പോസിറ്റ്.
ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ടോക്കൺസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഷിബ ഇനു അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഡോജ് കോയിൻ അവൈലബിൾ ആണ്. ഇതുപോലുള്ള ടോക്കൺസ് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. USDT അവൈലബിൾ ആണ്, ബിറ്റ് കോയിൻ. ഞാനിപ്പോൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ XRP ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട്, അപ്പോൾ റേറ്റ് കുറവായിരിക്കും, ട്രാൻസ്ഫറിങ് റേറ്റും മറ്റു കാര്യങ്ങളും കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള ടോക്കൺസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ ഷിബ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഷിബ് എനിക്ക് ഏകദേശം $119 അവൈലബിൾ ആണ്. ജസ്റ്റ് പ്രസ് ചെയ്യുക, ദെൻ താഴെ ട്രാൻസ്ഫർ ചെയ്യുക. ഇത് ക്യൂ കോയിൻ ആണ്. ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ മാക്സിമം എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇവിടെ കൊടുക്കുക നിങ്ങൾ. ഓക്കെ, ദെൻ കൺഫേം കൊടുക്കുക. അങ്ങനെ കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓവർവ്യൂവിൽ ചെല്ലുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ട്രേഡിംഗ് അക്കൗണ്ടിൽ എനിക്ക് $44 മാത്രമുള്ളൂ. ഇതിൽ നിന്ന് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ഈ ഷിബ് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ആദ്യം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലായിരുന്നു, അതായത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടായിരുന്നു. പിന്നെ അത് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു. ഇതിന് ശേഷം നിങ്ങൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ താഴെ വിഡ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആദ്യം നെറ്റ്വർക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ പോവുക, അതായത് കോയിൻ സ്വിച്ചിലേക്ക് പോവുക, ഷിബ് സെലക്ട് ചെയ്യുക, ഡെപ്പോസിറ്റ് എടുക്കുക. ഇവിടെ നിന്നിട്ട് ERC20 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്തേറിയം നെറ്റ്വർക്ക് ആണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും, ട്രാൻസ്ഫറിങ് റേറ്റ് കൂടുതലായിരിക്കും. മറിച്ച് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ വല്ലതും എടുത്താൽ മതിയാവും. ഇതിൽ ഇത് വരിക, നിങ്ങൾ ഇവിടെ നിന്നിട്ട് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റുള്ള ടോക്കണിലേക്ക് മാറ്റിയിട്ടും കൺവേർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ റേറ്റ് ചെക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റേറ്റും മറ്റു കാര്യങ്ങളും അറിയുള്ളൂ. ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ കാണുന്നില്ല, കാരണം ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. ആകെ ERC20 എത്തേറിയം നെറ്റ്വർക്ക് മാത്രമേ അവൈലബിൾ. പക്ഷേ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, $6.38 ട്രാൻസ്ഫർ റേറ്റ് വരും. അപ്പോൾ നമ്മൾ ഷിബിൽ ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ XRPയോ മറ്റോ എടുക്കുന്നത്. ഏകദേശം ഒരു $1.5 ഒക്കെ അതിൽ ട്രാൻസ്ഫർ ഫീ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺ ഏതാണെന്ന് വെച്ചാൽ അത് വിറ്റിട്ട് USDT ആക്കുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ടോക്കൺ, അതിൽ ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക ഏറ്റവും കുറഞ്ഞ നെറ്റ്വർക്ക് റേറ്റ് ഉള്ള ഏതാണ്, എന്നിട്ട് അത് ആ ഒരു ടോക്കൺ മേടിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ റേറ്റ് കൂടുതലുള്ള ടോക്കൺ, ട്രാൻസ്ഫർ റേറ്റ് കൂടുതലുള്ള ടോക്കൺ ഇത് മറ്റുള്ള എക്സ്ചേഞ്ചിലാണ് നിങ്ങൾക്ക് ക്യൂ കോയിലായത് കാരണമാണ് ആ നെറ്റ്വർക്ക് ഇല്ലാത്തത്. വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിലാണെങ്കിൽ തീർച്ചയായിട്ടും ബൈനാൻസ് സ്മാർട്ട് ചെയിൻ ഉണ്ടാവും. എന്നിരുന്നാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ വീണ്ടും ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്, കാരണം അത് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് മാറ്റണം, എന്നാൽ മാത്രമേ ആ വിഡ്രോ ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ആ അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക, കൺഫർമേഷൻ മെയിൽ വരും, അത് കൺഫേം ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ അക്കൗണ്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ പ്രോ വേർഷൻ എക്സിറ്റ് ചെയ്താൽ തന്നെയും ബാലൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോയിൻ സ്വിച്ചിൽ എടുത്തതിന് ശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ഇതിൽ ലിങ്ക് ചെയ്തിരിക്കണം. കോയിൻ സ്വിച്ചും ഏത് എക്സ്ചേഞ്ച് ആയാലും നിങ്ങളുടെ KYC കംപ്ലീറ്റ് മസ്റ്റാണ് എല്ലാ എക്സ്ചേഞ്ചിലും. എന്നാൽ മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ വീഡിയോ, കോയിൻ സ്വിച്ചിൽ ജോയിൻ ചെയ്യുന്ന KYC ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ ചെക്ക് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ടോക്കൺ വന്നു എന്ന് വിചാരിക്കുക. ടോക്കൺ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BTC നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ നാൾ മുമ്പ് ഏകദേശം ഒരു 1700 ഞാൻ ഇട്ടതാണ്. ഇന്നത്തെ റേറ്റ് 5600 രൂപയാണ്. അതിൻ്റെ 229% ആണ് എനിക്ക് പ്രോഫിറ്റ്. ഞാൻ വെറുതെ അന്ന് ഇട്ടതാണ്. അതുപോലെ തന്നെ ഡോജ് കോയിൻ ഇതിൽ കുറച്ച് നാൾ മുമ്പാണ് ഇൻവെസ്റ്റ് ചെയ്ത, റേറ്റ് കൂടിയ ടൈമിന് അതിപ്പോൾ കുറച്ച് ലോസിലാണ് നിൽക്കുന്നത്. അപ്പോൾ BTC ഒക്കെ നല്ല റേറ്റ് കുറഞ്ഞ ടൈമിന് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഇപ്പോൾ കോടീശ്വരന്മാരായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്ര രീതിയിൽ BTC കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഓൾട്ട് കോയിൻ എല്ലാം കയറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് അത്യാവശ്യം പ്രോഫിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് ഡോജ് കോയിനും ഏകദേശം 5000 രൂപ ഇട്ടിട്ട് എനിക്ക് 32,000 രൂപ വരെ ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഡോഡ്ജിൽ. പിന്നെ ഞാൻ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു 19,000 ഇട്ടിട്ടാണ് ഈ ഒരു ലോസിൽ നിൽക്കുന്നത്. അത് പ്രശ്നമല്ല, വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിൽ ടോക്കൺ ഇപ്പോൾ XRP നമ്മൾ അതിൽ നിന്ന് ഇതിലേക്ക് അയച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ആ ടോക്കൺ പ്രസ് ചെയ്യുക, ദെൻ സെല്ല് ചെയ്യുക. ഓക്കെ, സെല്ല് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരുമ്പോൾ ഇതുപോലെ
25% 50% എത്രയെന്ന് ചോദിക്കും. മാക്സിമം ആണെങ്കിൽ മാക്സിമം കൊടുക്കുക, അല്ലെങ്കിൽ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് നമുക്ക് ഇഷ്ടമുള്ള റേറ്റ് കൊടുക്കാം. ആ റേറ്റ് വരുമ്പോൾ അത് സെൽ ഔട്ട് ആവും. നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റ് ആണ് കൊടുക്കുന്നത്. ദെൻ സെൽ BTC കൊടുക്കുക. സെൽ BTC കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എമൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് 5502 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാക്സ് മറ്റു കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ചിലൊക്കെ നമ്മൾ വിൽക്കുമ്പോൾ ടാക്സ് വരുന്നുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ടാക്സും മറ്റു കാര്യങ്ങളും അറിയാം. ഇവരുടെ ഫീസ് എന്ന് പറയുന്നത് 56 രൂപയാണ്. ഡിസ്കൗണ്ട് 10%, 5. ദെൻ GST 18% വരുന്നത് 9 രൂപയാണ്. അതുപോലെ തന്നെ TDS, ഇതെല്ലാം ഗവൺമെൻറ് ടാക്സ് ആണ്. നമ്മൾ എന്ത് ക്രിപ്റ്റോ ഇപ്പോൾ ഇന്ത്യൻ വെബ്സൈറ്റ് മുഖേന സെല്ല് ചെയ്ത് വിഡ്രോ ചെയ്യുകയാണെങ്കിലും ഈ ടാക്സ് നമ്മൾ അടക്കണം, അത് ഉറപ്പാണ്. 1% ആണ് TDS വരുന്നത്. ഞാനിപ്പോൾ 93,000 ഇപ്പോൾ അയച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം എമൗണ്ട് വന്നിട്ടുണ്ട്, എനിക്ക് ടാക്സും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതായത് 95,000ഓളം ഉണ്ടായിരുന്നു. ടാക്സ് കഴിഞ്ഞിട്ടാണ് 93,000 എനിക്ക് കിട്ടിയത്. അപ്പോൾ എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ടാക്സിൻ്റെ വാല്യൂയും TDS ഒക്കെ കൂടും. കാരണം പെർസെൻറ്റേജ് ആണ്. ഇതെന്തായാലും നമ്മൾ പേ ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ റൂൾ അനുസരിച്ച് നമ്മൾ എന്തായാലും പേ ചെയ്യേണ്ടതാണ്. ഇത്രയും ടാക്സും വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത്യാവശ്യം എയർ ഡ്രോപ്പൊക്കെ നല്ല രീതിയിൽ കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രം ഇതിലേക്ക് കോയിൻ സ്വിച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വിഡ്രോ ചെയ്തെടുക്കുക. ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ വലിയ ലാഭമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര എമൗണ്ടൊക്കെ ടാക്സ് നമുക്ക് പോകും. ചെറിയ എമൗണ്ടാണ്, 1% ഒക്കെയാണ് ടാക്സ്. എന്നാലും എമൗണ്ട് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂടുമ്പോൾ ആ എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എയർ ഡ്രോപ്പോ അല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസി എല്ലാം ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് മാറ്റിയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കുക. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാനിപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് കോയിൻ സ്വിച്ചാണ്, ഇന്ത്യൻ എക്സ്ചേഞ്ച്. വാസറക്സ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്തത്. പക്ഷേ വാസറക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് ഏകദേശം ജൂലൈ മാസം ഇത് ഒരു സൈബർ അറ്റാക്ക് വന്ന് ഏകദേശം 2000 കോടിയോളം റുപ്പീസ് ഇതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. കൊറിയൻ ടീമാണ് ഇത് അടിച്ചു മാറ്റിയത് എന്നാണ് പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ കേസും മറ്റു കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഫണ്ട് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാലൻസ്, എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ബാലൻസ് ഏകദേശം 77,000 രൂപയാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ അത്രയൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ പെപ്പെ എന്ന് പറയുന്ന ടോക്കണാണ് ഞാൻ കൂടുതൽ അതിൽ ട്രേഡ് ചെയ്തത്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ലഭിച്ചിരുന്നു. പെപ്പെ എനിക്ക് ഏകദേശം ഇത്ര എമൗണ്ട് ഉണ്ട്. ഈ എമൗണ്ട് ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഏകദേശം 1,45,000, 1,80,000 ഒക്കെ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ അക്കൗണ്ട് ലോക്കായത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഇതിൻ്റെ എമൗണ്ട്, ഈ പെപ്പെ എമൗണ്ടാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഏകദേശം 1,25,000, 30,000 ഒക്കെ എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവർ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അക്കൗണ്ടെല്ലാം ലോക്കാണ്. തീർച്ചയായിട്ടും ഈ അടുത്ത് തന്നെ ഇത് ഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഈ ബുൾ മാർക്കറ്റിൽ കിട്ടിയ പ്രോഫിറ്റും ഇതിൽ ആഡ് ചെയ്ത് തരുമെന്നൊക്കെ പറയുന്നുണ്ട്. നടക്കുമെന്നറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. വാസറക്സ് ഉള്ള ആളുകൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, അവിടെ എമൗണ്ട് ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അടുത്ത് തന്നെ ഇവിടെ പ്രോസസ്സിങ്ങിലാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം അസറ്റ് റീബാലൻസിങ് പ്രോസസ്സിലാണ് നടക്കുന്നത്. ഇത് ഒരു നിശ്ചിത എസ്റ്റിമേറ്റഡ് എമൗണ്ട് മാത്രമാണ് ഈ കാണിക്കുന്നത്. കറക്റ്റുള്ള എമൗണ്ട് ഇവർ അക്കൗണ്ടൊക്കെ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിന് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.